ചിരിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഈ രംഗം ഒരു പ്രേക്ഷകനും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ രംഗം അറിയാത്ത ഒരാൾ പോലുമില്ല. ഈ പുതുതലമുറയിലെ കുട്ടികൾക്ക് വരെ പരിചിതമായൊരു രംഗം. അത്രത്തോളം എക്കാലവും നിലനിൽക്കുന്ന സിനിമകളിലൂടെയാണ് അദ്ദേഹം നമുക്കൊപ്പം എന്നും ജീവിച്ചിരിക്കുമെന്ന് മോഹൻലാൽ അല്പസമയം മുൻപ് അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എല്ലാ കാലവും നമുക്കൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹവും നമുക്കൊപ്പം ജീവിച്ചിരിക്കുമെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പലരെക്കുറിച്ചും. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അന്വർത്ഥമാകുന്നത് ശ്രീനിവാസനിലൂടെയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ട ഈ രംഗം. തളത്തിൽ ദിനേശൻ്റെ അദ്ദേഹം തമാശ പറഞ്ഞ് ശോഭയെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ രംഗം. നമ്മളിനി പോകുന്നത് കണ്ണൂരിലേക്കാണ്, പാട്യത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അവിടെ നിന്ന് അജീഷ് ജയകുമാറുണ്ട്. അജീഷ്, പാട്യത്തെ ആ നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ ഇത് അപ്രതീക്ഷിതമാണ്. വലിയ ഞെട്ടലിലായിരിക്കും അവിടെയുള്ളവർ. അങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെയാണ് സംസ്കാരം. എന്താണ് അവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്? വിവരങ്ങൾ. അനുജ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ച ആ വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനത്തെ ഒട്ടനേകം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്, അതിന് കാരണമായത് ഈ പാട്യമെന്ന് പറയുന്ന കണ്ണൂരിലെ ഈ കൊച്ചു ഗ്രാമമാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്, ചെറിയ ആ പഴയ വീടാണ് ശ്രീനിവാസൻ ജനിച്ചു വളർന്ന വീട്. പിന്നീട് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ഒരു സമയത്ത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ സ്കൂൾ മാഷായിരുന്നു, ഉണ്ണിമാഷ് എന്നറിയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ആ വീട് ശ്രീനിവാസൻ തന്നെ തിരികെ വാങ്ങി. പിന്നീട് 2012 ഈ വീട് പിന്നെ വിൽക്കുന്നത്. ഇപ്പോൾ മറ്റൊരാളാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഈ നാട്ടിലാണ് ശ്രീനിവാസൻ ജനിച്ച് വളർന്ന് ഇത്ര വലിയൊരു കലാപ്രതിഭയായി മാറിയത്. ഇപ്പോൾ ചില നാട്ടുകാരോടൊക്കെ ഉണ്ട്. അപ്പം അയൽവാസി കൂടിയായിട്ടുള്ള സുരേഷ് ബാബു. സുരേഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ ശ്രീനേട്ടനെ ഓർക്കുന്നത്? അന്ന് എന്തൊക്കെയാണ് പുള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ കഴിയുന്നത്? നാടുകളിലുള്ള ചെറിയ ചെറിയ സ്റ്റേജുകളിൽ എല്ലാ കലാപരിപാടിയിലും ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു. പിന്നെ കലാസമിതികൾ, വായനശാലകൾ, ഇങ്ങനെയുള്ള കുറച്ചപ്പുറത്തുള്ള കുറച്ച് ദൂരെയുള്ള വള്ളിയായി, കാര്യാട്ടുപുറം, പൂക്കോട്, കൂത്തുപറമ്പ് സ്ഥലങ്ങളിലുണ്ടാകുന്ന കലാസമിതികളിൽ ഓടിപ്പിടിച്ചു പോയിട്ട് അവരോട് സമ്മതമെടുത്തിട്ട് പല കലാപരിപാടികളും നടത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഈ സ്ഥലമൊക്കെ ശ്രീനിയേട്ടനാണെന്ന് പറഞ്ഞിരുന്നു. ഈ ഭൂമിയെല്ലാം ശ്രീനിവാസൻ്റെ ആണ്. ശ്രീനിവാസൻ എന്നെ വീടെടുക്കുന്ന സമയത്തെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. പിന്നെ ഇവിടെ പല ആളുകൾക്കും സുഖമില്ല, ഞാനെല്ലാം അത്യാവശ്യം സഹായങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തു കൊടുത്ത ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാടകങ്ങളിലൂടെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി വളർന്നു വന്നത്. ആ നാടകങ്ങൾ ഇവിടെ ഈ മേഖലയാകെ പണ്ട് വയലായിരുന്നു. ഈ വയൽ പ്രദേശങ്ങളിൽ ചെറിയ ഈ മരപ്പുരയൊക്കെ കെട്ടി അവിടെയാണ് നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. മറ്റു ചില ആളുകളോടെ അന്നത്തെ ഓർമ്മയൊക്കെ എങ്ങനെയായിരുന്നു? ശ്രീനിവാസൻ്റെ സഹോദരൻ്റെ കൂടെ പഠിച്ച ആൾ കൂടിയാണ് ബാബുവേട്ടൻ. അന്ന് ഈ ശ്രീനിവാസൻ അവരുടെ അമ്മയുടെ വീട് മട്ടന്നൂരാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലാണ് അധിക കാലവും മൂപ്പർ ഉണ്ടായിരുന്നത്. ഇവിടെ ചെറിയ സമയം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പാട്യത്ത്. ആ നിലക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സാംസ്കാരിക സ്ഥാപനം എന്ന് പറയുന്നത് റോയൽ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബാണ്. ആ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള എല്ലാ പരിപാടികളിലും സജീവമായി ഉണ്ടാകുന്ന ഒരാളാണ്. ക്യാരം ബോർഡും അതോടൊപ്പം തന്നെ നാടകങ്ങളും. ചെറിയ കഥ എഴുതി ചെറിയ സമയത്തേക്ക് ഒരു 20-30 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന രീതിയിലുള്ള നാടകങ്ങൾ ഈ വയലിൻ്റെ കരയിൽ തുണിയൊക്കെ മറച്ച് കെട്ടി ഉള്ള ഒരു സ്റ്റേജ് ഉണ്ടാക്കി അഭിനയിക്കുക. അതിൽ ഈ പ്രദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ്റെ ജ്യേഷ്ഠൻ രവീന്ദ്രൻ എന്ന് പറയുന്ന മൂപ്പറാണ് ഈ പ്രദേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ കാണുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ നാട്ടിൽ കാണുന്ന ആളുകളുടെ കഥ തന്നെയാണ് അധികവും മൂപ്പർ അന്നേ ചെറുതിലേ കഥയായിട്ട് രൂപപ്പെടുത്തി നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റോയൽ ക്ലബിൻ്റെ വാർഷികത്തിലുള്ള നാടകത്തിലും മൂപ്പർ നാടകത്തിൽ അഭിനയിക്കുക മാത്രമല്ല കഥയും തിരക്കഥയും ഒക്കെ മൂപ്പർ തന്നെ ഉണ്ടാക്കിയ നാടകങ്ങൾ ഈ പറയുന്ന പാട്യത്ത് ഈ റോയൽ ക്ലബിൻ്റെ വാർഷിക ആഘോഷങ്ങളിലെ നാടകങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പഴയ കാലത്ത് തന്നെ. പിന്നീട് മൂപ്പർ ഈ സിനിമ പഠിക്കാൻ വേണ്ടി പോയതിനു ശേഷം സിനിമയുടെ ഇടവേളകളിൽ ഇവിടെ പാട്യത്ത് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വീട് ഒക്കെ മാറി തുക്കരങ്ങാടി എന്ന് പറയുന്ന കൂത്തുപറമ്പിനടുത്തും അതോടൊപ്പം തന്നെ പൂക്കോട് സ്വന്തമായിട്ട് വീട് എടുക്കുന്ന നിലയുണ്ടായി. പൂക്കോട് ഏറെക്കാലം പൂക്കോടുള്ള വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പിന്നീടാണ് മൂപ്പർ എറണാകുളത്തേക്ക് മാറുന്നത്. ഈ ഇവിടം വിട്ട് പോയതിനു ശേഷം പിന്നീട് ശ്രീനേട്ടൻ തിരിച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പിൽ, ഒരു കൊല്ലം മുതൽ കഴിഞ്ഞ കൊല്ലം ഇവിടെ പാട്യം വെസ്റ്റ് UP സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിന് മൂപ്പർ വന്നിരുന്നു. അന്നും അസുഖം ഉണ്ടെങ്കിലും ആ പരിപാടിയിൽ സജീവമായി മൂപ്പർ വന്നിട്ടുണ്ട്. അന്ന്
ഈ മയ്യയുടെ കലാകാരൻ മുകുന്ദനും ശ്രീനിവാസനുമാണ് ആ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വാർഷികത്തിന് അവസാനമായി വന്നത് പാട്യം വെസ്റ്റ് UP സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിന് കഴിഞ്ഞ വർഷം വന്നതാണ്. അതിനുശേഷം പാട്യത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും വലിയ വിഷമമാണ്. കാരണം ഇത്രയും വലിയൊരു കലാകാരനെ നഷ്ടമായതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാട്യം എന്ന ഗ്രാമമാണ് ശ്രീനിവാസൻ എന്ന ഈ തിരക്കഥാകൃത്തിനെയും ഒപ്പം തന്നെ കലാകാരനെയും വളർത്തിയെടുത്ത് കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം എഴുതിയ ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ ശ്രീനിവാസൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെയാണ് കഥാപാത്രങ്ങളാക്കി മാറ്റിയതാണ്. ഈ തളത്തിൽ ദിനേശനും ഈ നാടോടിക്കാറ്റിലെ വിജയനടക്കം അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയത് അതെല്ലാം ഈ ചുറ്റുമുള്ള ആളുകളെ കണ്ടാണ്. തലയണ മന്ത്രവും അതങ്ങനെ തൊട്ട് അക്കരെ നിന്നൊരു മാരൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ, ഈ സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ഓർക്കുമ്പോൾ ഈ എങ്ങനെയാണ് ശ്രീനിവാസൻ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത്, ഇത് നമ്മുടെ ശ്രീനിവാസിൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ നോക്കി അങ്ങനെ വലിയൊരു സാമൂഹിക നിരീക്ഷകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ അത് തുടങ്ങിയത് ഈ നാട്ടിൽ നിന്നാണ്, പാട്യത്തിൽ നിന്നാണ്. അങ്ങനെ ഇവിടെ ഒരു നാടക സംഘം അല്ലെങ്കിൽ നാടകം എഴുത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കതിരൂർ സ്കൂളിൽ ആണ് അദ്ദേഹം പഠിച്ചതിന് ശേഷം മട്ടന്നൂർ NSS കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഞാൻ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഫേമസ് ഡയലോഗൊക്കെ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ ഒരുപാട് നിത്യഹരിത ഡയലോഗുകൾ, സിനിമകളൊക്കെ സമ്മാനിച്ച ആ വലിയ മനുഷ്യൻ ജനിച്ച നാടാണ്, ജനിച്ച വീടാണിത്, കുടുംബ വീടാണിത്. ആ നാട്ടിൽ എല്ലാ മനുഷ്യരുമായി അദ്ദേഹത്തിനെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ സഹപാഠികളൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസികളൊക്കെ തന്നെ അവരെല്ലാവരും ആ വിയോഗത്തിൽ ഏറെ ദുഃഖിതരാണ്. അനുജ, അതാണ് അവർ ആ ദുഃഖം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ, അദ്ദേഹത്തിനൊപ്പം നാടകത്തിൽ പ്രവർത്തിച്ചവർ, അങ്ങനെ ഒട്ടേറെ ഓർമ്മകൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ട്. പാട്യത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ പലകുറി പറഞ്ഞു കഴിഞ്ഞു. അത് ഏതെങ്കിലും ഒരു തലമുറയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇനി വരും തലമുറകൾ കൂടി ആസ്വദിക്കാൻ പോകുന്നതാണ് എന്നതിന് ഒരു തർക്കവുമില്ല. അതിൻ്റെ പ്രസക്തി കൂടി വരിക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതിൽ ദാമ്പത്യത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും സങ്കീർണതകൾ പറയുന്നതുണ്ട്. കൂടാതെ ഒരു മധ്യവർഗത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇടത്തരക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. തൊഴിലില്ലായ്മ എത്രത്തോളം വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹിത്യം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ നമ്മൾ കണ്ടിട്ടില്ല. വളരെ സാധാരണമായ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ആ ഭാഷ, അത് പറയുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ എപ്പോഴും ചില പ്രയോഗങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ ഈ സന്ദേശത്തിലൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ, അത് എക്കാലവും നമ്മൾ ആസ്വദിക്കും എന്നുള്ളതിനും തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.